സാർ അവർ 3 പേര് വന്നിട്ടുണ്ട്. വരാൻ പറയും. ജീവ വന്നോ. പെട്ടി നമസ്കാരം സാർ. ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ 3 പേർക്ക് കൂടി. ആ 3 പേർ കൂടി പക്ഷെ ഞാനിപ്പം തരുന്നില്ല. നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് ഞാൻ വില്ലേജ് ഓഫീസറെ കാണിച്ചു. അദ്ദേഹം പറയുന്നത് അത് നിലവാ, പുരയിടമല്ല. അല്ല സാറേ, ഞങ്ങൾ അത് പുരയിടമാണ്. പുരയിടം എന്ന് പറയുന്ന ആധാരത്തില് അതെ BTR പ്രകാരം അത് ഇപ്പോഴും നിലത്തിലാണ്. നിലവാണ് ആ പുരയിടമല്ല. സാർ അത് ആരോ നുണ പറഞ്ഞു. ഞങ്ങള് പുരയിടമായിട്ടല്ലേ വാങ്ങിയത്. വില്ലേജ് ഓഫീസർ നുണ പറയൂ. വില്ലേജ് ഓഫീസർ നുണ പറയൂ. നാളെ ഞാൻ അവിടെ മണ്ണിറക്കി കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോവില്ലേ? ഇല്ല, നികത്താനൊന്നുമില്ല. വലിയ വലിയ മരങ്ങളൊക്കെ നിൽക്കുകയല്ലേ അവിടെ. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള വിലയല്ലേ നമ്മൾ അത് പറഞ്ഞിട്ടെന്ത് കാര്യം? എനിക്കതുകൊണ്ട് എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നിങ്ങൾക്ക് എന്നിട്ട് എനിക്കെന്ത് പ്രയോജനം? അത് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. നോക്കിയല്ലേ അത്. എൻ്റെ അടുക്കൽ ഈ ഉടായ്പ ചെയ്യരുത്. നിങ്ങളെ ഞാൻ വിശ്വസിച്ച ഒരാളാണ്. ജോസൂട്ടിയെ പ്രത്യേകിച്ചു. നിങ്ങൾ ഈ വേല എൻ്റെ അടുക്കൽ കാണിക്കരുത്. ഇത് വേല കാണിച്ചോന്നല്ലോ. ആണല്ലോ, അങ്ങനെ സംസാരിക്കരുത്. ആണല്ലോ, ഇത് വേല തന്നെയാണല്ലോ. എന്ത് സാറിന് ഞങ്ങള് പറ്റിച്ചിട്ടൊന്നുമില്ല. പൈസ വാങ്ങിയില്ല. അഡ്വാൻസ് തന്നു. അഡ്വാൻസ് അധികം കുറച്ചൊരു വാക്കിനെ പറ്റി അതല്ലേ വലുത്. അധികം എപ്പുറത്ത് എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ സാർ എടുക്കണ്ട. പിന്നെ നടക്കും. എന്ത് പിന്നെ ആ 10,000 രൂപ നിങ്ങൾ തിരിച്ചു തരുവാണെങ്കിൽ നിങ്ങളുടെ മാന്യത, ഇല്ലെങ്കിൽ എനിക്കത് വേണ്ട. ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന അനുഭവം വന്നാൽ പറയും. ഇറങ്ങിയിരിക്കുക മനുഷ്യനെ പറ്റിക്കാന്. ഇനിയിപ്പോ 3 പേരും കൂടെ താടിക്ക് കയ്യും കൊടുത്തിരുന്നിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അപ്പൊ അയാള് തന്ന 10,000 രൂപ അഡ്വാൻസ് അതെങ്ങനെ തിരിച്ചു കൊടുക്കും? ഏട്ടാ, എന്റെ കയ്യിൽ ഈ മാല മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ചോദിച്ചുകൊണ്ട് നിങ്ങൾ വന്നേക്കരുത്. എന്റെ പൊന്നു മോനെ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇടയാക്കാതെ ഒരുത്തിരി വിഷമാച്ചു തന്നു. നീ എന്നെ അങ്ങ് കൊല്ല്. എന്റെ അമ്മ, നിങ്ങൾ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കും. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ? എടാ, നിനക്ക് അറിയാവുന്ന ഒരു പണി ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ചെയ്യാതല്ലേ നീ ഏടാ കൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ആ പണി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഇതിന് മെനക്കെട്ടത്. ഇല്ലാത്ത കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വീടും പരേടവും പണയം വെച്ച് ഇപ്പൊ അത് നശിപ്പിച്ച്. ഇനിയിപ്പം എന്റെ മക്കൾ വിഷമിക്കൊന്നും വേണ്ട. ഇയാളല്ലെങ്കിൽ വേറൊരാള്, അത്ര തന്നെ. പിന്നെ 3 പേരുടെയും കൂടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. വല്ലവന്റെയും കയ്യിരിക്കുന്ന കാശ് കണ്ടുകൊണ്ട് അതിമോഹങ്ങളൊന്നും ഉണ്ടാക്കരുത്. അവനവൻ അറിയാവുന്ന പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ഈ അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ.